കടന്നിരുന്ന യുവാവിൻ്റെ ബോഡിയാണ് കിട്ടിയത്. അപ്പം അമ്മയുടെ ബോഡി കിട്ടിയിട്ടില്ല. ബന്ധുക്കൾ വന്ന് അവർ കടന്നിരുന്നു എന്ന് പറഞ്ഞ പ്രദേശം ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സങ്കടകരമാണ്. മഴക്കാലമാകുമ്പോഴേക്കും പലതവട്ടം ഈ പ്രദേശങ്ങളിലൊക്കെ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ചെങ്കുത്തായ പ്രദേശങ്ങളിൽ വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്, വലിയ ടെൻഷനാണ് ഓരോ ആളുകളുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. എല്ലാവരും നാട്ടുകാരെല്ലാം ഒരുമിച്ച് നിന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ മറ്റ് സ്ഥലങ്ങളിലെ നിയോജകമണ്ഡലത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ സ്ഥിതിഗതികളൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. എങ്ങനെ മണ്ണിടിച്ചിലുണ്ട്. തീക്കോയിലൊക്കെ വ്യാപകമായി മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ട അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വെള്ളപ്പൊക്കം എന്ന നിലയിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ആൻ്റണി എം ആണ് പറഞ്ഞത്. അദ്ദേഹം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചു പോയ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. സെബാസ്റ്റ്യൻ MLA അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പലയിടത്തും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഇനിയും മഴ തുടർന്നാൽ അത് വലിയ ദുരന്തത്തിന് പലപ്പോഴും സാധ്യതയുണ്ട് ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. അതേപോലെ തന്നെ വീണ്ടും മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ആകാശം പൊതുവെ മേഘാവൃതമാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. രാത്രിയിലെ അത്ര ശക്തമായ മഴ ഇപ്പോഴില്ലെങ്കിലും ഇടയ്ക്ക് മഴ പെയ്യുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. അല്പം മുൻപ് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, കോട്ടയം SP KM സാബു മാത്യു അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അവർ ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അവർ സ്ഥലത്തെത്തിയിരുന്നു. മുൻപ് MLA നമ്മളോട് പങ്കുവച്ച കാര്യം, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടുകയും അദ്ദേഹം പിന്നീട് സ്ഥലം സന്ദർശിക്കുമെന്നൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവമുണ്ടായ ഈ വീട് ഒലിച്ചു പോയ സ്ഥലത്ത് ധാരാളമായ ആളുകൾ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരടക്കം നാട്ടുകാരുമടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്.